ഞാൻ പറഞ്ഞു ലൈവുകളിൽ ഇനി നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുക അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരാൾ ചോദിച്ചു എങ്ങനെ നമുക്ക് നമ്മുടെ ചിന്തകളെ റെസിസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ചിന്തകളെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നിടത്താണ് നമ്മൾ പ്രശ്നം വരുന്നത്. ചിന്തകളെ ഒരിക്കലും റെസിസ്റ്റ് ചെയ്യരുത്. നമ്മൾ ഒരു സിനിമയ്ക്ക് ഒരു കഥ എഴുതുമ്പം ആ കഥ പല രീതിയിലും ആൾട്ടർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു നോവൽ എഴുതുകയാണ്, ആ കഥ പല സാഹചര്യത്തിലും അത് നമ്മളെ ഇമാജിനേഷനിലേക്ക് വരുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ആൾട്ടർ ചെയ്യും. അതുപോലെ നമ്മുടെ ചിന്തകളെ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റണം. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് പേടി തോന്നുന്ന ഒരാളെ രൂപം കാണുകയാണ്. ആ പേടി തോന്നുന്ന ആളെ രൂപം കാണുമ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പം നിങ്ങൾക്ക് ചിലപ്പം ഒരു ദേഷ്യം പിടിക്കാനുള്ള ഒരു ചിന്ത അവിടെ ഉണ്ടായിട്ടുണ്ടാവും. ദേഷ്യം പിടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്റ്റോറി അവിടെ ഉണ്ടാവും. ആ ചിന്ത നിങ്ങൾ ചിന്തിച്ചു, പടച്ചോനെ എൻ്റെ കാര്യം പോയല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കിയ ഒരു ഇൻഫർമേഷൻ, ഒരു ന്യൂസ് സോഷ്യൽ മീഡിയ